ഹായ് ഫ്രണ്ട്സ്, നമ്മൾ സെക്കൻഡ് ചാപ്റ്റർ കെമിസ്ട്രിയിലെ സെക്കൻഡ് ചാപ്റ്ററിലെ കുറച്ച് ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻ നോക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ 2 ക്വസ്റ്റ്യൻ ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കാൽക്കുലേറ്റ് ദ മാസ് ഓഫ് 112 ലിറ്റർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് കെപ്റ്റ് അറ്റ് STP. മോളിക്കുലാർ മാസ് അവർ 44 തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം ഫസ്റ്റ് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസറിലോട്ട് പോവാം. നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് അതിൻ്റെ മാസ്സാണ്. അപ്പോൾ അവർ 112 ലിറ്റർ കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ആദ്യം നമുക്ക് എന്ത് വേണം? നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കണം, അല്ലേ? നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാം. മോൾസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്? വോളിയം ഇൻ ലിറ്റർ. നമുക്ക് ഇങ്ങനെ ഇടാം, ലിറ്റർ അറ്റ് STP ഡിവൈഡഡ് ബൈ എന്താണ്? 22.4 ലിറ്റർ. അപ്പം ഇവിടെ വോളിയം ഇൻ ലിറ്റർ എന്ത് വരും? 112 ഡിവൈഡഡ് ബൈ 22.4. ഇത് ചെയ്ത് കിട്ടുമ്പോൾ നമുക്ക് 5 ആണ് ആൻസർ വരുന്നത്. അതായത് നമ്പർ ഓഫ് മോൾസ് എന്ന് പറയുന്നത് നമുക്ക് എന്ത് കിട്ടി? 5 കിട്ടി. അതുകൊണ്ട് ഇനി മാസ് എങ്ങനെ കണ്ടുപിടിക്കാം? മാസ് ഈക്വൽ ടു എന്താണ്? നമ്പർ ഓഫ് മോൾസ് കിട്ടിക്കഴിയുമ്പം മാസ് എന്താണ്? മോൾ ഇൻറ്റു GM, അല്ലേ? അപ്പം 5 ഇൻറ്റു എന്താണ്? GM എത്രയാ? അതായത് മോളിക്കുലാർ മാസ് 44 അവർ തന്നിട്ടുണ്ട്. അപ്പോൾ എന്ത് വരും? 220 ഗ്രാം. അതായത് കാൽക്കുലേറ്റ് ദ മാസ് കണ്ടുപിടിക്കാനാണ്, കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ മാസ് കണ്ടുപിടിക്കാൻ. അതിനാദ്യം നമ്മൾ നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിച്ചു. വോളിയം ഇൻ ലിറ്റർ അറ്റ് STP ഡിവൈഡ് ബൈ 22.4. അപ്പോൾ 112 ബൈ 22.4, അത് 5 കിട്ടി. മാസ് എന്ന് പറയുന്നത് മോൾ ഇൻറ്റു GM, അതായത് ഗ്രാം മോളിക്കുലാർ മാസ്. അപ്പോൾ മോള് 5 കിട്ടി. ഗ്രാം മോളിക്കുലാർ മാസ് അവർ 44 തന്നിട്ടുണ്ട്. അപ്പോൾ 5 ഇൻറ്റു 44 220 ഗ്രാം എന്ന് കിട്ടി. ഓക്കെ, ഇനി അതിൻ്റെ B ക്വസ്റ്റ്യൻ. ഹൗ മെനി മോളിക്യൂൾസ് ഓഫ് CO2 ആർ പ്രസൻറ്റ് ഇൻ ഇറ്റ്? അതായത് എത്ര മോളിക്യൂൾസ് ഇതിൽ പ്രസൻ്റ് ആണെന്നുള്ളത്. ഇപ്പോൾ നമ്പർ ഓഫ് മോളിക്യൂൾസ് എന്ന് പറഞ്ഞാൽ എന്ത് വരും? ഈക്വൽ ടു, നമ്മൾ ഓൾറെഡി മോൾസ് കണ്ടുപിടിച്ചു, അതുകൊണ്ട് 5 ഇൻറ്റു 6.022 ഇൻറ്റു 10⁻23 മോളിക്യൂൾസ്. ഓക്കെ, അപ്പോൾ നമ്പർ ഓഫ് മോളിക്യൂൾ എന്ന് പറയുന്നത് 5 ഇൻറ്റു 6.022 ഇൻറ്റു 10⁻23. ക്ലിയർ ആയല്ലോ ഒരു ക്വസ്റ്റ്യൻ? ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് ദ വോളിയം ഓഫ് 170 ഗ്രാം ഓഫ് അമോണിയ അറ്റ് STP. മോളിക്കുലാർ മാസ് തന്നിട്ടുണ്ട് 17. കാൽക്കുലേറ്റ് ദ വോളിയം ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? അതിന് വേണ്ടിയിട്ട് നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിച്ചു. നമ്പർ ഓഫ് മോൾസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഇക്വേഷൻ വോളിയം ഇൻ ലിറ്റർ അറ്റ് STP, അതായത് 170 ഗ്രാം ഡിവൈഡഡ് ബൈ എത്രയാണ്? 70 ഗ്രാം. നമ്പർ ഓഫ് മോൾസ് എന്താണ്? 170 ഗ്രാം, അതായത് തന്നിരിക്കുന്ന മാസ് ഡിവൈഡഡ് ബൈ അതിൻ്റെ മോളിക്കുലാർ മാസ്. അപ്പോൾ എന്ത് കിട്ടും? 10 കിട്ടും. നമ്പർ ഓഫ് മോൾസ് നമുക്ക് 10 കിട്ടി, 10 മോളെന്ന് കിട്ടി. ഇനി വോളിയം എന്ന് പറയുമ്പോൾ എന്ത് വരും? 10 ഇൻറ്റു 22.4 ലിറ്റർ. അതായത് STPയിൽ 22.4 ലിറ്റർ അല്ലേ? 10 മോള് ഈക്വൽ ടു എന്ത് വരും? 224. ഓക്കെ, 224 ലിറ്റർ. അതായത് നമ്മൾക്ക് 170 ഗ്രാം അമോണിയ, STPയിലുള്ള 170 ഗ്രാം അമോണിയയുടെ വോളിയം കാൽക്കുലേറ്റ് ചെയ്യാനായിരുന്നു. നമ്മൾ ആദ്യം അതിന് നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിച്ചു. നമ്പർ ഓഫ് മോൾസ് നമുക്കറിയാം, തന്നിരിക്കുന്ന മാസ് ഡിവൈഡ് ബൈ അതിൻ്റെ മോളിക്കുലാർ മാസ്. അപ്പോൾ 10 കിട്ടി. 10 ഇൻറ്റു 22.4 ലിറ്ററാണ് നമ്മുടെ വോളിയം. ക്ലിയർ ആയല്ലോ? അപ്പോൾ 2 എക്സാമിന് വരാൻ സാധ്യതയുള്ള 2 ക്വസ്റ്റ്യനാണ്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.